ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നുവെന്നാണ് ലോകരാജ്യങ്ങൾ കരുതിയത്. താളം തെറ്റിയ ആഗോള വിപണി തിരിച്ചു വരുമെന്നും LPG എണ്ണ പ്രതിസന്ധികൾ അവസാനിക്കുമെന്നും പ്രതീക്ഷ ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹോർമൂസിലൂടെ കടന്നുപോയ ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതോടെ സംഘർഷം ഉടൻ അവസാനിക്കില്ല എന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ പ്രധാനമായും ചർച്ചയാകുന്നത് മറ്റൊന്നുമല്ല, ഇറാന്റെ ആക്രമണ ശൈലിയെക്കുറിച്ചാണ്. അമേരിക്ക ഇറാന്റെ ശേഷി തകർത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഓരോ ആക്രമണത്തിലൂടെയും ഇറാന്റെ പക്കൽ ഇനിയും വജ്രായുധങ്ങൾ ബാക്കിയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ ആക്രമണങ്ങൾ. വളരെ വിചിത്രമായ ഒരു കരുത്ത് ഇറാന് സ്വന്തമായുണ്ട്. മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി അതേ വേഗതയിൽ പായാനും കഴിവുള്ള ഒന്ന്, മറ്റൊന്നുമല്ല, മോസ്കിറ്റോ ഫ്ലീറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഇറാനുമായുള്ള സംഘർഷം US-ന് കനത്ത തിരിച്ചടി നൽകി തുടരുകയാണ്. ഇറാന്റെ സൈനിക കരുത്തും പ്രതിരോധ സംവിധാനങ്ങളും അത്ര നിസ്സാരമല്ലെന്ന് US-ഉം ലോകവും ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച US കപ്പലുകൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഇറാന്റെ നാവിക കരുത്തിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ഇറാന്റെ വലിയ യുദ്ധ കപ്പലുകളിൽ ഭൂരിഭാഗവും നശിപ്പിച്ചുവെന്ന് US-ഉം ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ടെങ്കിലും മോസ്കിറ്റോ ഫ്ലീറ്റ് അഥവാ കൊതുക് കപ്പൽ പട എന്ന് വിളിക്കപ്പെടുന്ന ഇറാന്റെ ചെറു കപ്പലുകളുടെ വ്യൂഹം ഇപ്പോഴും US സേനയ്ക്ക് വലിയ ഭീഷണിയായി തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഈ ചെറു കപ്പലുകളെ ഇറാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഘടിപ്പിച്ചാണ് ഈ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 185 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ബോട്ടുകൾ കടലിലെ ഒരു ഗൊറില്ല സേനയായാണ് പ്രവർത്തിക്കുന്നത്. പല ബോട്ടുകളും തകർക്കപ്പെട്ടുവെങ്കിലും ആയിരക്കണക്കിന് ബോട്ടുകൾ ഇപ്പോഴും ഇറാന്റെ കൈവശം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഉയർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഇറാനിയൻ തീരങ്ങളിലെ ഗുഹകളിലാണ് ഈ ബോട്ടുകളെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. വലിപ്പം വളരെ കുറവായതിനാൽ ഉപഗ്രഹങ്ങൾക്ക് പോലും ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഇവയെ കടലിലിറക്കി ആക്രമണം നടത്താൻ സാധിക്കും. US യുദ്ധക്കപ്പലുകൾക്ക് ഇവയെ പ്രതിരോധിക്കാൻ വലിയ പീരങ്കികൾ ഉണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് ഇത്തരം ആയുധങ്ങൾ ഇല്ലാത്തത് അവയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. ഇറാന്റെ ഔദ്യോഗിക നാവികസേനയുടെ ഭാഗമല്ലത്, മറിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കരുത്താണ് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ചെറിയ ബോട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നിലവിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഈ ബോട്ടുകളിൽ നിന്നും തീരദേശത്തെ ഒളിത്താവളങ്ങളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളും ഡ്രോണുകളുമാണ്. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഗറില്ല പോരാട്ട ശൈലിയാണ് ഇറാൻ ഗാർഡ് നാവികസേന പിന്തുടരുന്നത്. കൂറ്റൻ യുദ്ധക്കപ്പലുകളെ അപേക്ഷിച്ച് മിന്നൽ ആക്രമണങ്ങൾ നടത്തി പിൻവാങ്ങുന്ന, അതായത് ഹിറ്റ് ആൻഡ് റൺ തന്ത്രമാണ് ഇവർ സ്വീകരിക്കുന്നത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ യുദ്ധ കാലയളവിൽ 20ഓളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടുവെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഇറാൻ നേരിട്ട് ഏറ്റെടുത്തിട്ടില്ല. കരയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഡ്രോണുകളാണ് ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത്. യുദ്ധത്തിനിടയിൽ ഇറാന്റെ ഔദ്യോഗിക നാവികസേനയുടെ 90% തകർക്കപ്പെട്ടതായി US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കിയിരുന്നു. ഗാർഡ് നാവികസേനയുടെ പകുതിയോളം ആക്രമണ ബോട്ടുകളും തകർക്കപ്പെട്ടതായി കരുതപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ കൃത്യമായ എണ്ണം കണക്കാക്കുക പ്രയാസമാണ്. പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ബോട്ടുകൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ പോലും വ്യക്തമായി പതിയാറില്ല. ഏത് നിമിഷവും മിന്നൽ വേഗത്തിൽ രംഗത്തിറങ്ങാൻ സജ്ജമായിട്ടാണ് ഇവ സജ്ജീകരിച്ചിരിക്കുന്നത്. ഖമനയുടെ മരണത്തിനും ഇസ്രയേൽ US ആക്രമണങ്ങൾക്കും പിന്നാലെ ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർണിയാണ്. ഇറാന്റെ കരുത്തുറ്റ സായുധ സേനാ വിഭാഗമാണ് ഇവർ. ഭരണകൂടത്തെയും ആദർശങ്ങളെയും സംരക്ഷിക്കുന്ന കവചമാണ് ഈ സേന. ഇറാന്റെ സാധാരണ സൈന്യത്തിന് സമാന്തരമായി പ്രവർത്തിക്കുന്നത്. സാധാരണ സൈന്യം പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റവല്യൂഷണറി ഗാർഡ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പരമോന്നത നേതാവിനെയാണ്. സ്വന്തമായി കര, നാവിക, വ്യോമസേനകളും ഇന്റലിജൻസ് വിഭാഗം, ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും ഇതിന്റെ ഭാഗമാണ്. US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് മേധാവി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വഹീദിയാണ് പുതിയ നേതാവ്. ഇസ്രയേലിനെയും മേഖലയിലെ US സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വൻ നീക്കങ്ങളാണ് ഇവരുടെ ലക്ഷ്യം. 1979 വിപ്ലവത്തിന് പിന്നാലെ രൂപീകരിച്ച റവല്യൂഷണറി ഗാർഡ് 1986ഓടെയാണ് നാവിക വിഭാഗം കൂടി ഉൾപ്പെടുത്തിയത്. അമേരിക്കയുമായി നേരിട്ട്
ഏറ്റുമുട്ടുന്നതിനേക്കാൾ ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ അസ്ഥിരപ്പെടുത്തുന്ന തന്ത്രമാണ് ഇറാൻ വർഷങ്ങളായി പയറ്റുന്നത്. ഏകദേശം 50,000 സൈനികരുള്ള ഈ വിഭാഗത്തിന് ഗൾഫ് മേഖലയിലുടനീളം 10ഓളം സുരക്ഷിത താവളങ്ങളുണ്ട്. സാധാരണ വിനോദ ബോട്ടുകളിൽ മെഷീൻ ഗണ്ണുകളും മിസൈലുകളും ഘടിപ്പിച്ചാണ് ഇവർ തുടക്കമിട്ടതെങ്കിലും ഇന്ന് 100 നോട്ടിക്കൽ മൈലിലധികം വേഗതയുള്ള അത്യാധുനിക ബോട്ടുകളും മിനിയേച്ചർ സബ്മറൈനുകളും ഇവരുടെ പക്കലുണ്ട്. അമേരിക്കൻ ഉപരോധം ശക്തമായതോടെ ഹോർമൂസ് ഇടുക്കിന്റെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്താൻ US യുദ്ധക്കപ്പലുകൾ പോലും ഇപ്പോൾ മടിക്കുകയാണ്. ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മതിയായ സമയം ലഭിക്കാത്തതാണ് ഇതിന് കാരണം. അതിനാൽ ഉപരോധം ഏർപ്പെടുത്തുന്ന US കപ്പലുകൾ ഒമാൻ ഉൾക്കടലിലോ അറബിക്കടലിലോ തമ്പടിക്കാനാണ് സാധ്യത. ഇതിനിടെ യമനിലെ ഹൂതികൾ വഴി ചെങ്കടലിലേക്കും തങ്ങളുടെ സൈനിക നടപടികൾ വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇറാൻ-അമേരിക്കൻ നാവിക സംഘർഷം ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വരവോടെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.